ടൊവിനോ തോമസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ അക്രമത്തെ പറ്റി എന്തെങ്കിലും ഒരു വാഹനം നശിപ്പിച്ചിട്ടുണ്ടോ, പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുകിൽ അദ്ദേഹം എന്ത് അന്ധതയാണെന്ന് എനിക്കറിയില്ല, മത അന്ധതയാണോ രാഷ്ട്രീയ അന്ധത, എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇത് എനിക്ക് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഡൽഹി പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്ത സമയത്തേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഇത്തരം സാഹചര്യങ്ങളിൽ, ഇത്തരം സിറ്റുവേഷൻസിലൊക്കെയാണ് നമുക്കൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വെപ്പണായിട്ട് യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ നീറ്റ് പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക അങ്ങനെ ഒരു നിലയിലോട്ടൊക്കെ വലിയ രീതിയിലോട്ടൊക്കെ തന്നെ ഇന്ത്യയിലൊട്ടൊക്കെ തന്നെ ചർച്ചയൊക്കെ മാറുകയും പ്രതിഷേധത്തിന് കൂടുതൽ ആളുകൾ എത്തപ്പെടുകയും ഇങ്ങനൊരു തീരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ ഗവൺമെന്റിനെ കൊണ്ട് നമ്മൾ ഉത്തരം പറിച്ചിട്ടുള്ളത്. അതുപോലെ സോഷ്യൽ മീഡിയ വെപ്പണായിട്ട് ഉപയോഗിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനാണിത്. നമ്മുടെ കേരളത്തിൽ ഡൽഹിയിൽ നടക്കുന്ന നമ്മുടെ ഒരു നാഷണൽ ഇഷ്യൂവിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതേപോലെ നമ്മുടെ കേരളത്തിൽ ഇവിടെ നടക്കുന്ന ഈ ഒരു ഇഷ്യൂവിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് തന്നെയാണ്. കേരള PSC ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നാളത്തെ കുട്ടികൾക്ക് 4 ലക്ഷം പറഞ്ഞു കൊടുക്കേണ്ടത് നാളത്തെ അധ്യാപകർ അവിടെ മണ്ണ് വാരി തിന്നുകൊണ്ട് തന്നെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം മാക്സിമം ആളുകളോട്ട് എത്തേണ്ടത് തന്നെയാണ്, എല്ലാവരും ചർച്ചയാക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ ഒരു വിഷയം മാക്സിമം ട്രെൻഡിങ് ആയിട്ട് മാറണം. ട്രെൻഡിങ് ആയിട്ട് മാറുമ്പോഴത്തേക്കിന് സംസാരിക്കുന്ന ആൾക്കാർ കൂടിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് റീച്ച് ഉണ്ടെന്നെങ്കിലും വിചാരിച്ചിട്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കും. അങ്ങനെ കുറേ ആളുകൾ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കിന് ഡൽഹിയിൽ നടന്ന പോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റിന് നമ്മുടെ അടുത്ത് ഉത്തരം പറയേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണ് ഈ PSC ആയിട്ട് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ കേരള PSC ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന ഈ ഒരു ഇഷ്യൂ എന്നുള്ള പല ആൾക്കാർക്കും അറിയത്തില്ല. കുറച്ച് ആൾക്കാർക്ക് അറിയാം, പല ആൾക്കാർക്കും അറിയത്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ അവർ സമരം ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് ആദ്യം പറയാനുള്ളത്, ഈ ഡൽഹി പ്രൊട്ടസ്റ്റ് നടന്ന സമയത്തേക്കിന് അതിനകത്ത് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു സെൽഫ് ഫേസ് ആയിരുന്നു ടൊവിനോ തോമസ്. അങ്ങനെ ടൊവിനോ തോമസ് വന്ന സമയത്തേക്കിന് ഭയങ്കരമായിട്ട് പ്രതിഷേധവും കാര്യങ്ങളിലേക്ക് ഈ ഒരു സംഘപരിവാർ ഈ BJPയുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ BJP യുവമോർച്ചയുടെ ഭാഗത്തു നിന്നായിരുന്നു ഈ ടൊവിനോയുടെ വീടിന്റെ മുന്നിൽ പ്രതിഷേധമായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ കൈ പിടിച്ചേക്കുന്ന ഇതിന്റെ ബാനറിനകത്ത് എഴുതിയേക്കുന്നത് കേരളത്തിൽ PSC റാങ്കിലുള്ളവർ മണ്ണ് വാരി തിന്ന് പ്രതിഷേധിച്ചിട്ടും കേരളത്തിലെ നേഴ്സുമാർ മാസങ്ങളോളം സമരം ചെയ്തിട്ടും വായ തുറക്കാത്ത രാഷ്ട്രീയം ഇല്ലെന്ന് പറയുന്ന നടൻ വീണ്ടും രാഷ്ട്രീയം നോക്കി വായ തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചാപ്പ കുത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ടൊവിനോ തോമസിൻ്റെ അടുത്ത്. ഓക്കെ, ഇങ്ങനൊരു നാഷണൽ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തേക്കിന് പിന്നെ എന്താണ് ചെയ്യേണ്ടുന്നത്? ഇവിടെ ഇത് പറയുമ്പോഴും ഇതിനുശേഷം നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു കേരള PSC ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായ സമയത്തേക്ക് ഇതിൽ പ്രതികരിച്ചുകൊണ്ട് ടൊവിനോ അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോറി കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഉമ്മാര് കണ്ടിട്ടില്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് KK ഫാമിലി കൃഷ്ണകുമാർ പുള്ളി വന്നിട്ട് ടൊവിനോനെ പറ്റിയിട്ട് പറഞ്ഞ കാര്യം കൂടെ കേൾക്കാം. ടൊവിനോ തോമസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ അക്രമത്തെ പറ്റി എന്തെങ്കിലും ഒരു വാഹനം നശിപ്പിച്ചിട്ടുണ്ടോ, പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുകിൽ അദ്ദേഹം എന്ത് അന്ധതയാണെന്ന് എനിക്കറിയില്ല, മത അന്ധതയാണോ രാഷ്ട്രീയ അന്ധത, എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? മറ്റേ നമ്മുടെ ഈ മത അന്ധതയും രാഷ്ട്രീയ അന്ധതയും ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇവരാണെങ്കിൽ സംസാരിക്കുന്നത്. ഈ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ടൊവിനോ പറ്റി ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോഴുണ്ടല്ലോ, എൻ്റെ കൃഷ്ണകുമാരെ ആദ്യം സ്വന്തം വീട്ടിലുള്ള കാര്യങ്ങൾ ആദ്യം പരിഹരിക്കാനെ കൊണ്ട് പഠിക്കുക. ഇയാൾ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു, ഡൽഹിയിലെ പ്രൊട്ടസ്റ്റിൽ ഞങ്ങൾക്ക് തീർക്കാൻ അറിയാം, മറ്റേതാണ് മറിച്ച് എന്തോ മറിക്കത്തും ഒലത്തുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം വീട്ടിലെ പ്രശ്നം ആദ്യം തീർക്ക്. ഇങ്ങാരുടെ മോള് അഹാന തന്നെ ഒരു പോസ്റ്റ് ഇട്ട് ആ ഒരു പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്ത് ടൊവിനോ ഇട്ടപ്പോൾ അത് പ്രശ്നം. എന്താ മോൾ ഇട്ടതിൽ പ്രശ്നമില്ലേ നിങ്ങൾക്ക്? ഇത് എന്നിട്ട് സംഘ് ബെൽറ്റ് മൊത്തം ഇത് തന്നെയാണ്. ടൊവിനോ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ മൊത്തം ഇത് തന്നെയാണ് ഈ BJP സംഘപരിവാരെല്ലാം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ടൊവിനോ ഒരു സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. PSCക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സമരം ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ടൊവിനോ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചന്തു സലീം കുമാർ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. പിന്നീട് രഞ്ജിനി ഹരിദാസ്, അങ്ങനെ നസ്ലിൻ, അങ്ങനെ പല ആളുകൾ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് സംസാരിച്ചു? ഇപ്പോൾ ഈ രാഷ്ട്രീയം നോക്കിയിട്ട് മതം നോക്കിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരാണോ നിങ്ങളാണോ? ഈ പ്രതിഷേധത്തിന് പോയേക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇത് പറയുമ്പോൾ ആസാമിൽ ഫ്ലഡ് നടക്കുന്ന കാര്യത്തെ പറ്റിയിട്ടൊന്നും നിങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ അവിടെ നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന മതം നോക്കി രാഷ്ട്രീയം നോക്കി സംസാരിക്കുന്ന പറയുന്ന ടൊവിനോ ഇതിനകത്ത് അതിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടി ആയിട്ട് ടൊവിനോ തന്നെ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ആൾക്കാരുടെ റീഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ടൊവിനോയ്ക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള കാര്യം തന്നെ ആയിരിക്കുമല്ലോ ആ ഒരു ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു മറുപടി, അതിനുള്ള ഈ സംഘ എലമെന്റ്സിനും ഈ BJP ചാണകങ്ങൾക്കുള്ള ഉത്തരം എന്താണെങ്കിലും അതിനകത്തുണ്ട്. നമുക്ക് അതിലോട്ട് വരാം. ആദ്യം തന്നെ ഇവിടെ ഇത്രയും പേര് കിടന്ന് അവിടെ സമരം ചെയ്യുമ്പോഴത്തേക്കിന്, ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് നടന്നപ്പോഴത്തേക്കിന് അവിടെ പോയിട്ട് നമ്മുടെ VD സതീശൻ, നമ്മുടെ സതീശൻ അവിടെ പോയിട്ട് കാണിച്ചിരിക്കുന്നവരായിട്ട് നമ്മൾ കണ്ടാണ് പൊട്ടനെ പോലെ അവിടെ മറ്റേ രാഹുൽ ഗാന്ധിയുടെ കൂടെ അവിടെ പോയിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആരാന്റെ കൊച്ചിന് പിതൃത്വം വെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതായിരുന്നു ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇവിടുന്ന് പോയിട്ട് വന്നിട്ട് ഇവരിട്ടേക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അനിവാര്യമായിരുന്നു, പിടിച്ചു നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയാണ് ഇവര്.
ഓക്കെ, അവിടെ സ്റ്റുഡൻസ് പോയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തേക്കുന്നതിന്റെ സാധനത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുക. ആദ്യത്തെ ദിവസങ്ങളിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? വിദേശ ടൂറിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയപ്പോഴാണ് അയാൾ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ? അപ്പം അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുകയാണ്. നിങ്ങൾ ഒരു തേങ്ങ നിങ്ങൾ ചെയ്തിട്ടില്ല, എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വന്നിരിക്കുകയാണ്. ഇത് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നേക്കുന്നത് ഈ ഒരു പ്രൊട്ടസ്റ്റിനകത്ത് നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ഇതിന് ഉത്തരം പറയണം. അവിടെ സമരത്തിരിക്കുന്ന ഓരോ ആൾക്കാർക്കും നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിങ്ങൾ ഉത്തരം പറയേണ്ടുന്നത് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരാണോ അല്ലെങ്കിൽ BJP-കാരാണോ? ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്കകത്തും പറഞ്ഞതാണ്, ടൊവിനോയുടെ വീടിന് നേരെ BJP മാർച്ച് നടത്തിയപ്പോൾ അതിന് കേസില്ല. ഇന്ദിരാ ഭവന് നേരെ BJP മാർച്ച് നടന്നപ്പോൾ അതിനും കേസില്ല. ഡൽഹിയിലെ പ്രൊട്ടസ്റ്റിന് ഡൽഹി സമരത്തെ അനുകൂലിച്ച് പ്രതിഷേധം നടത്തിയതിന് സ്വമേധയാ കേസ് നമ്മുടെ നാട്ടിലെടുത്തു. അല്ല, നിങ്ങൾ ഈ ഡൽഹി പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് തന്നെയല്ലേ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്? അത് ഇവിടെ നമ്മുടെ നാട്ടിലെ ഒരു പ്രതിഷേധം അറിയിച്ചപ്പോഴത്തേക്കിന് അല്ല, ശരിക്കും ഇവിടെ കേരളം ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കോമഡിയൊക്കെയാണ് ഇത് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആൾക്കാർക്കെതിരെ കേസ് കാര്യങ്ങൾ, ടൊവിനോയുടെ മുന്നിൽ പ്രതിഷേധം കാര്യങ്ങളൊക്കെ. നിങ്ങളതിൽ പോയതിൽ പ്രശ്നമില്ല, നിങ്ങൾ പോയപ്പോൾ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇവിടെ പ്രതിഷേധിച്ചപ്പോഴത്തേക്കിന് അതിന് പ്രശ്നങ്ങൾ. ഇവിടെ കേരള PSCയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഈ ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഇവർക്കുണ്ടാകുന്ന ദുരിതങ്ങളിൽ നിങ്ങളൊരു ഉത്തരവും പറയാതെ എന്തോ കണ്ണടച്ചിരുട്ടാക്കുകയാണോ? നിങ്ങളുടെ മൂക്കിന്റെ കീഴിലല്ലേ അവർ വന്ന് അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് കേരള PSC ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഒരു ഇഷ്യൂ എന്നും എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ LPSC റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം 10-15 മാസത്തോളമായി ഇത്രയും നാളുകളായിട്ടും ഇതിൽ ഒരാൾക്ക് പോലും ജോലി ഇവർ കൊടുത്തിട്ടില്ല. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പോയി ഈവൻ ഫസ്റ്റ് റാങ്ക് കിട്ടിയേക്കുന്ന ആൾക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല. ഇതിന്റെ കാരണമായിട്ട് ഇവർ പറയുന്നത് ഇതിന്റെ സാമ്പത്തിക ഭദ്രതയുടെ കുറവ് കൊണ്ടും അതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കാനിട്ടേക്കുന്ന ഒരു ചെയർമാൻ ഉൾപ്പെടെ ഒരു 10-21 മെമ്പേഴ്സോളം ഉണ്ട്. ഇത്രയും ആളുകൾക്ക് ഇതിൽ ഒരാൾക്കും ഒരു മാസം കിട്ടുന്ന ശമ്പളം ഒരു 3 ലക്ഷം 3.5 ലക്ഷം രൂപയൊക്കെ തന്നെയാണ് ഇവർക്ക് ഒരു മാസം കിട്ടുന്നത്. അവരുടെ ഇത്രയും ആൾക്കാരെ കൂട്ടി നിർത്തിയിട്ട് അവരുടെ ഒരു ശമ്പളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അവരെ കുറച്ച് ആൾക്കാരെ പിരിച്ചു വിട്ടാൽ തന്നെ ഈ പറയുന്ന സാമ്പത്തിക ഭദ്രതയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരും. എന്ത് മാങ്ങാത്തൊലിക്കാണ് ഇവരവിടെ കയറിയിരിക്കുക എന്നുള്ളത് അറിയത്തില്ല. ഒരു പണി എടുക്കുന്നില്ല, ഇത്രയും വലിയ ശമ്പളം അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പഠിച്ച് കഷ്ടപ്പെട്ട് പാസ്സായിട്ട് ഈ ജോലിക്ക് കയറിയിരിക്കുന്ന ഇവർക്ക്, ജോലിക്ക് കയറാൻ കൊണ്ട് നിൽക്കുന്ന ഇവർക്കാണെങ്കിൽ ജോലിയില്ല, റാങ്ക് ലിസ്റ്റിൽ പേരിട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ഇട്ടേക്കുന്നത്? ഇത്രയും വേക്കൻസികൾ ഉള്ളപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്രയും വേക്കൻസികൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2000 വേക്കൻസി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ 2000 പേരുടെ റാങ്ക് ലിസ്റ്റ് വന്നു എന്നുള്ളത് വിചാരിക്കുക. ഈ 2000 പേരിൽ ചിലപ്പോൾ ഒരു 1500 പേർക്കായിരിക്കും വേക്കൻസി ഉണ്ടാവുക. ഈ വേക്കൻസി ഉള്ളിൽ ഒരു 100-150 പേർക്കായിരിക്കും ഇവർക്ക് ജോലിക്ക് നിയമത്തിനുള്ള ഒരു ലെറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ബാക്കിയുള്ള ആൾക്കാരുടെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബാക്കിയുള്ള വേക്കൻസിനെ പറ്റിയിട്ട് ഇവർ റിപ്പോർട്ട് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഈ ഒരു തസ്തികയിൽ നിൽക്കുന്നത് ഈ ഡെയിലി വേജസിനുള്ള ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ ഡെയിലി വേജസിനുള്ള കുറച്ച് ആൾക്കാരെ എടുത്ത് വെക്കുകയും അങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഡെയിലി വേജസിനുള്ള ടീച്ചേഴ്സിനെ എടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർമനന്റ് സ്റ്റാഫായിട്ട് കയറുന്ന ടീച്ചേഴ്സിന്റെ പകുതി ശമ്പളം മാത്രം അവർക്ക് കൊടുത്താൽ മതിയാകും. അതുകൊണ്ട് അങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്നാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് ഇടുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സാം നടത്തുന്നത്? നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഡെയിലി വേജസിനുള്ള ടീച്ചേഴ്സിനെ മാത്രം എടുത്താൽ പറയാം. എന്തിനാണ് ഇങ്ങനെ ഒരു എക്സാം നടത്തുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്? ഒരു പണിയെടുക്കാൻ അറിയാത്ത കുറെ എണ്ണങ്ങൾ മെമ്പേഴ്സ് ആയിട്ട് കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് ജോലിയും കൊടുക്കുന്നില്ല. ഇനി ഈ സമരത്തിലിരിക്കുന്ന ആൾക്കാരുടെ പ്ലക്കാർഡുകളിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് നോക്കാം. 709/2023 LPSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടുക. ഈ കാലാവധി നീട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു 10-15 മാസത്തോളം ആയാലും ഇപ്പം ഇത്രയും നാളുകളായിട്ട് ഇവിടെ ആർക്കും ജോലി കൊടുത്തിട്ടില്ല. ഈവൻ ഫസ്റ്റ് റാങ്ക് ഉള്ള ആൾക്ക് പോലും ജോലി എടുത്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ വീണ്ടും അടുത്തൊരു LPSC അടുത്ത എക്സാം നടത്താനൊക്കെയുള്ള ഒരു പ്രിപ്പറേഷനിലാണ് അവർ. അപ്പോൾ അങ്ങനെ അടുത്തൊരു എക്സാം നടത്തുമ്പോഴത്തേക്കിനുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിപ്പറേഷനിൽ ഇരുന്ന് അടുത്ത എക്സാം നടത്തുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിരിക്കുന്ന ഈ ഒരു എക്സാം ഇവർ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ ഇവർക്ക് ജോലി ഇല്ലാണ്ടാവും. അപ്പം ആ ഒരു കാലാവധി അടുത്ത എക്സാം നടത്താനുള്ള ഒരു കാലാവധി നീട്ടുക എന്നുള്ള സംഭവമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കാര്യം അതിനിടയ്ക്ക് ഇവർക്ക് ഈ വേക്കൻസി ഉള്ളതിൽ ഇവരെ ജോലിക്ക് കയറ്റുക, എന്നിട്ടല്ലേ അടുത്തൊരു എക്സാം നടത്തേണ്ടുന്നത്. അങ്ങനെ ഇവരെ ജോലി കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ആരെ കാണിക്കാൻ, എന്ത് പ്രഹസനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു എക്സാം നടത്തുന്നത്? എന്തോ കുഞ്ഞുകളിയായത്. ഇനി ഇത് കഴിഞ്ഞിട്ട് HTV PSCക്ക് വിടുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്കൂളുകളിലെ HMകൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ ഇൻചാർജ് കൂടി ഉണ്ടായിരിക്കും. അത് HMൽ നിന്ന് മാറ്റിയിട്ട് മറ്റേതെങ്കിലും ഒരു ടീച്ചറിന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിന് മറ്റൊരു ടീച്ചറിന് കൂടെയുള്ള ഒരു ജോലി സാധ്യതയാണ് അവിടെ തുറക്കപ്പെടുന്നത് അല്ലേ? മറ്റൊരു ടീച്ചറിന് കൂടി ആ ഒരു ക്ലാസ്സിൻ്റെ ഇൻചാർജ് കിട്ടുക അല്ലേ? HM ചെയ്യേണ്ടത് ആ ഒരു ക്ലാസ്സിൻ്റെ ഇൻചാർജിൽ നിന്ന് മാറ്റിയിട്ട് HM സ്കൂളിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ എന്നുള്ളതാണ് അടുത്ത ആവശ്യം പറയുന്നത്. അടുത്ത എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം PSCക്ക് വിടുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയ്ഡഡ് സ്കൂൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് സ്കൂളുകളാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് സ്കൂളുകളിലോട്ട് ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ വലിയ ഭീമമായിട്ടുള്ള തുക മാനേജ്മെന്റിന് കൊടുത്തതിന് ശേഷമാണ് അങ്ങോട്ടേക്ക്
ടീച്ചേഴ്സ് ജോലിക്ക് കയറുന്നത്. അങ്ങനെ വലിയ ഭീമമായിട്ടുള്ള തുക ടീച്ചേഴ്സ് കൊടുത്ത ആ ഒരു ജോലിക്ക് കയറുന്നതിന് ശേഷം ഈ ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കുന്ന ആരാണ്? ഗവൺമെൻറ് ആണ്. അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, എന്നാൽ അവരവിടെ ജോലിക്ക് കയറുന്നത് മാനേജ്മെൻറ്റിന് പൈസ കൊടുത്തിട്ട്. അപ്പോൾ ഇവരെ പോലെയുള്ള സാധാരണക്കാർക്ക് അങ്ങനെ പൈസ ഉള്ള ആൾക്കാരുടെ കൂട്ട് പൈസ കൊടുത്ത് ജോലിക്ക് കയറാനൊക്കെ ഉള്ളൊരു സാധ്യത അവർക്ക് അടയുകയാണ് അല്ലേ. അവർ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് അവർക്ക് ജോലി കൊടുക്കുന്നില്ല, പക്ഷേ പൈസ ഉള്ളവർക്ക് എയ്ഡഡ് സ്കൂളുകളിൽ പൈസ കൊടുത്ത് അവർക്ക് കയറാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ളപ്പം ഗവൺമെൻറ് അല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, അപ്പം ആ നിയമനം കൂടി PSCയുടെ ലിസ്റ്റിലാക്കണം അല്ലെങ്കിൽ PSCയുടെ കീഴിലാക്കണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. പിന്നെ പറയുന്ന അടുത്തൊരു കാര്യം ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചേഴ്സും സ്റ്റുഡൻറ്റും തമ്മിലുള്ള റേഷ്യോ 1:25 ആക്കുക എന്നുള്ളതാണ്. അതായത് 25 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന നിലയിലോട്ട് കാര്യങ്ങൾ മാറ്റുക. അങ്ങനെ ആകുമ്പോഴത്തേക്കിന് കൂടുതൽ ടീച്ചേഴ്സിന് ഈ ഒരു വേക്കൻസി ഫില്ല് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റില്ല. അതാണ് അവർ ആവശ്യപ്പെടുന്ന അടുത്ത കാര്യം. ഇനിയും ഇതാണ് ഇവിടെ നടന്നേക്കുന്ന എന്താണ് പ്രശ്നമെന്നും എന്തിനു വേണ്ടിയാണ് സമരം ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടി കാണുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അറിയുന്ന പോലെ ഞാൻ മാക്സിമം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം ടൊവിനോ അങ്ങനെ ഇതിനകത്ത് സംസാരിച്ചില്ല, അങ്ങനെ കണ്ണടച്ചെന്ന് പറഞ്ഞ വലിയ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഇവർ കാണിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു വിഷയത്തിൽ ടൊവിനോ ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ ചന്തു സലികുമാർ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഫസ്റ്റ് നമുക്കൊന്ന് കാണാം. ഞങ്ങളുടെ ഇപ്പോ 18ാമത്തെ ദിവസമാണ് ഇവിടെ സ്ട്രൈക്ക് തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പോ എല്ലാവരും ഇപ്പൊ ഞങ്ങൾ പറയുമ്പോ ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അവരുടെ നമ്മൾ മൂക്കിന് താഴെ എന്നൊക്കെ പറയല്ലോ, അതിന് താഴെ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 18 ദിവസമായി. അപ്പോ അതൊന്നും വിഷയമല്ല എന്ന രീതിയിൽ അവര് മറ്റു വിഷയങ്ങളിലേക്ക് ഇപ്പൊ ദേശീയ തലത്തില് അത് അതിലേക്ക് പോകണം അല്ലെങ്കിൽ പോവണ്ട എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇവിടെ ഇത്രയും ദിവസമായിട്ട് ഞങ്ങള് ന്യായമായ ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നുള്ളൂ. ഞങ്ങള് കുറുക്ക് വഴിയിലൂടെ വന്നവരോ അല്ലെങ്കിൽ അഴിമതി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വന്നവരൊന്നും അല്ല. കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറിയവരാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ അതുകൊണ്ട് മാത്രം തഴഞ്ഞു നിർത്തിയ പോലെയാണ് ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്. ഇപ്പൊ ഇനി നാളെ ഇതേപോലെ PSC പഠിച്ചിട്ട് അല്ലെങ്കിൽ PSC ലിസ്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരിക്കുമല്ലോ പുറത്ത്. അപ്പോൾ അവർ തിരിച്ചറിയണം ഞങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്. ഞങ്ങൾ ഓരോരുത്തരും ഇതിപ്പോ ഞങ്ങളുടെ ലിസ്റ്റ് വന്ന ഓൾ കേരള ലിസ്റ്റാണ്. അപ്പൊ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അധ്യാപകരാണ്, ഇത് ഭാവിയിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അധ്യാപകരാണ് ഇങ്ങനെ ഈ തെരുവിലിരുന്ന് സമരം ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു അവസ്ഥ അവർ തിരിച്ചറിയണം. അത് അവർക്ക് വലിയ ഗുണം ഉണ്ടാവത്തില്ല. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒന്നും വരാത്തത്. ഞങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സമരത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ആരുടെ സപ്പോർട്ടും കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങളുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. കാരണം ഞങ്ങളുടെ ലിസ്റ്റ് വന്ന് 1.5 വർഷത്തോളം ആവാറായി. ഫസ്റ്റ് റാങ്ക് പോലും ജോലി കിട്ടിയിട്ടില്ല. അപ്പൊ ഇത്രയും വലിയ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സർക്കാർ എന്ത് ഉത്തരവാദിത്തമാണ് ഞങ്ങളോട് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾക്ക് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തിയാൽ മാത്രമേ പറ്റൂ. CJPയുടെ കാര്യം അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും. ഇവർക്കെല്ലാം ഒപ്പം നമ്മൾ ഉണ്ട്. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേട്ടില്ല. അതായത് അവർ പറഞ്ഞേക്കുന്ന ഒരിക്കലും ഡൽഹി പ്രൊട്ടസ്റ്റിൽ ആരും സപ്പോർട്ട് ചെയ്യരുതെന്നോ അതൊന്നും അല്ല അവർ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ നിൽക്കുന്നവരല്ലേ, ഇവിടുന്ന് ഡൽഹിയിലോട്ട് ആൾക്കാരൊക്കെ പോയില്ല, അതുപോലെ തന്നെ നമ്മളെയും കൂടെ എല്ലാവരും ഒന്ന് പരിഗണിക്കുക എന്നുള്ളൊരു ആ ഒരു കാര്യമല്ലേ അവർ പറയുന്നത്. പക്ഷെ ഇപ്പുറത്ത് മറ്റേ യുവമോർച്ചയുടെ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്? ഡൽഹിയിൽ പോയി പ്രൊട്ടസ്റ്റ്, അതിനെ സപ്പോർട്ട് ചെയ്തു, ഇവനാരും ഇപ്പം മറ്റേ രാഷ്ട്രീയം കലർത്തി, മറ്റേത് ചെയ്തു മറിച്ച് ചെയ്തു. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത് ടൊവിനോ ആണ്. ഓക്കെ, ചന്തു സലീംകുമാർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഇത് സ്റ്റോറിയായിട്ട് ഷെയർ ചെയ്തേക്കുന്നത് ടൊവിനോ ആണ്. ഇവർ പറഞ്ഞേക്കുന്നത് ഇതേ ടൊവിനോ തന്നെയാണ്. അപ്പം ശരിക്കും ഈ ഒരു രാഷ്ട്രീയമൊക്കെ കലർത്തിയിട്ട് ഇതിനെ വേറൊരു രീതിയിലൊക്കെ കൊണ്ടുപോകുന്ന ശരിക്കും ആരാണ്? KK ഫാമിലിയുടെ കൃഷ്ണകുമാറായി. സ്വന്തം വീട്ടിലെ കാര്യമൊക്കെ ആദ്യം നോക്കുക കേട്ടോ. ഇനി അത് കഴിഞ്ഞ് അടുത്തൊരു സാധനം കൂടെ ടൊവിനോ പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് അതുകൂടെ കാണാം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇത് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, കഴിഞ്ഞ വർഷം 2025 നിലവിൽ വന്ന ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു, LDCയുടെ റാങ്ക് ലിസ്റ്റ്. ഇതിലേറെ പ്രതീക്ഷയോടെ റാങ്ക് ലിസ്റ്റിൽ വന്ന ആദ്യ റാങ്കുകളിൽ വന്ന കുട്ടികൾക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതേ സമയം ആദ്യത്തെ 5 മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഏകദേശം 1455 ഏകദേശം 1500 പേർക്ക് അഡ്വൈസും അപ്പോയിന്റ്മെന്റ് നടന്ന സ്ഥിതിക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും വളരെ ഒച്ചിന്റെ വേഗതയിലാണ് നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ റൈറ്റ് ഇൻഫർമേഷൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായ ഒരു മറുപടിയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ടും KASന്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടുമാണ് ഈ ഒരു മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡിലേ വന്നത് എന്നാണ്. എന്നിട്ട് പിന്നെ കിട്ടിയ മറുപടി 2028 വരെ, അത് ഓക്കലി PSC ഓഫീസിൽ നിന്ന് കിട്ടിയാണ്, 2028 വരെ പിന്നെ വാലിഡിറ്റി ഉള്ള ലിസ്റ്റ് അല്ലേ, അപ്പൊ അതിൽ നിന്ന് നിയമനം നടന്നുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുൻ റാങ്ക് ലിസ്റ്റുകളിൽ ഇത്രയും നിയമനം നടന്നപ്പോൾ ആ പ്രതീക്ഷയോടെ പഠിച്ചാണ് ഈ റാങ്ക് ലിസ്റ്റിൽ കുട്ടികൾ വന്നിരിക്കുന്നത്. ഇവർക്ക് നഷ്ടമാകുന്ന ഓരോ സർവീസ് ഡേയുടെ മറുപടിയും ആര് പറയും? ഇവരുടെ കരിയറിലുള്ള ഓരോ സർവീസ് ദിനങ്ങളാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. അതിനും കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ്. കാരണം ഈ കുട്ടികളെ എല്ലാ മോട്ടിവേഷനും കൊടുത്ത് രാത്രി പകലാക്കി ഇവരെ പഠിപ്പിച്ച ഒരു റാങ്ക് ലിസ്റ്റിൽ കയറ്റുന്ന ഒരു അധ്യാപിക കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ 100% എനിക്ക് അവകാശമുണ്ട്. ഇനി മറ്റൊരു ലിസ്റ്റ് ഉണ്ട്, LP UP. കഷ്ടപ്പെട്ട് വീട്ടമ്മമാര്, LDCയിലുള്ളതും എല്ലാം റിച്ച് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളൊന്നുമില്ല, കൂലിപ്പണിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണ്. അപ്പൊ അവരുടെ സങ്കടം അത് കാണണം. ഒരു യുവതയെ തള്ളി പറയുന്ന ഒരു സംവിധാനവും ഇവിടെ അധികം പോയ ചരിത്രമൊന്നുമില്ല.
ഇനി വേറൊന്നെന്ന് പറയുന്നത് LPUP ആണ്. കഷ്ടപ്പെട്ട് വീട്ടമ്മമാരാണ് ഇത് പഠിക്കുന്നത്. കുഞ്ഞുങ്ങളെ ടെൻലോസിനെ നോക്കി കഷ്ടപ്പെട്ട് പഠിക്കുന്നവർ ആദ്യ റാങ്കുകളിൽ വന്നിട്ട് നിയമനമില്ല. അതിനും റൈറ്റ് ടു ഇൻഫർമേഷൻ കിട്ടിയ മറുപടി എന്താണെന്ന് പറയുന്നത് തസ്തിക മാറ്റം അല്ലെങ്കിൽ പോസ്റ്റ് ഡിറ്റർമിനേഷൻ പൂർത്തിയാക്കിയിട്ടില്ല. തസ്തിക നിർണ്ണയമൊക്കെ പൂർത്തിയാക്കാൻ എന്തോ ഒരു സമയം ഉണ്ടായിരുന്നു. ഈ ആദ്യത്തെ മെയ് ജൂൺ മാസങ്ങളിൽ എന്തായിരുന്നു ഇവരുടെ ഈ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന്റെ ജോലി എന്താ? തസ്തിക നിർണ്ണയം പൂർത്തിയാക്കാൻ ഈ പറയുന്ന ഇത്രയും സമയം എടുക്കുമോ? ഇല്ലല്ലോ. പക്ഷേ ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ ഈ മെല്ലപ്പോക്ക് നയം പിന്തുടർന്നു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ വരുന്നതെന്ന് പറയുന്നത് പ്രൊമോഷനാണ്. ഈ പ്രൊമോഷനൊക്കെ HSST വിങ്ങിലേക്ക് LPUP അധ്യാപകർ പോകുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന തസ്തിക മാറ്റമാണ്, പ്രൊമോഷനാണ്. തസ്തിക മാറ്റമല്ല, പ്രൊമോഷനാണ്. ഈ പ്രൊമോഷനും കാലാനുസൃതമായി ഇത് നടപ്പിലാക്കി ഒഴിവുകൾ വേണ്ടത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് ഈ റാങ്ക് ലിസ്റ്റിലെ കുട്ടികൾക്ക് എന്നേ അപ്പോയിന്റ്മെന്റ് കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു. ഇവർ അവിടെ കിടന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ കിടന്ന് വെയിൽ കൊള്ളുകയാണ് കുട്ടികൾ. അപ്പോൾ നാളത്തെ ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടുന്ന ഭാവി അധ്യാപകരുടെ സർവീസ് ദിനങ്ങളാണ് നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കൊടുത്ത LPUPക്ക് വേണ്ടി റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി കേറ്ററ്റിന്റെ യോഗ്യതാ നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വന്ന കാലതാമസം. ഈ PSCയിൽ ഈ സ്ക്രൂട്ടിനിക്ക് ഇത്രയും ഉദ്യോഗസ്ഥരില്ലേ? ഈ കേറ്ററ്റിന്റെ യോഗ്യതാ നിർണ്ണയമൊക്കെ നടത്താനുള്ള ഉദ്യോഗസ്ഥരൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു വിങ് കൊണ്ട് എന്താ? ഈ ബൈ ട്രാൻസ്ഫറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ബൈ ട്രാൻസ്ഫറിന്റെ അനുവാദവുമായി സംബന്ധിച്ച് എന്തൊക്കെയോ കേസുകൾ നിലനിൽക്കുന്നു പോലും. ഇതൊക്കെ ട്രിബ്യൂണൽ കേസാണ്, അധികം സാധാരണ കോടതി പോലെ നീളാനും ചാൻസ് ഇല്ല. എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് പരിഹരിച്ച് ആ ഒരു ട്രിബ്യൂണൽ കേസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പരിഹരിച്ച് തസ്തിക നിർണ്ണയവും പൂർത്തിയാക്കി പ്രൊമോഷനും പൂർത്തിയാക്കി ആ LPUPയിലെ കുട്ടികൾക്കും ഈ എന്റെ LDCയിലെ കുട്ടികൾക്കും എന്റെ LPUPയിലെ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ജോലി കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം. അധികാരികളിലേക്ക് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചെടുക്കുന്ന ഒരു അധ്യാപിക എന്നുള്ള നിലയിലുള്ള ഒരു റിക്വസ്റ്റാണ്. ഏറെ വിഷമമുണ്ട്, വളരെ രോഷമുണ്ട്. ആ രീതിയിൽ ഒരു അഭ്യർത്ഥനയാണ്. എത്രയും പെട്ടെന്ന് അവരുടെ സർവീസ് ദിനങ്ങൾ നഷ്ടമാകാതെ കുട്ടികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു വിധി എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് എൻ്റെ പൊന്ന് സതീഷണ്ണ നിങ്ങൾ നടപടി എടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. കാര്യം ഞങ്ങൾ ഡൽഹിയിൽ പോയിട്ട് നിങ്ങൾ ചെയ്തേക്കുന്ന കാര്യത്തിൽ ഇടയ്ക്കൂടെ ക്രെഡിറ്റ് അടിച്ച് മാറ്റാൻ ശരി, നിങ്ങൾക്ക് തരാം ഞങ്ങൾ ക്രെഡിറ്റ്, നിങ്ങൾ എടുത്തു. അക്കൂട്ടത്തിൽ നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പത്താണ് വന്നിട്ട് ഇവർ സമരം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ആക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ? ഇനി അതും മട്ടിൽ ഇങ്ങനെ എഴഞ്ഞ് പോവുക, അല്ലെങ്കിൽ പഴയ ഗവൺമെൻറ്റിൻ്റെ ആണ് അല്ലെ പുതിയ ഗവൺമെൻറ് അങ്ങനത്തെ ടോക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കഴിവ് കെട്ടവനാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ വിചാരിക്കുള്ളൂ, നമ്മളങ്ങനെ വിചാരിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ പണിയെടുക്കുക. നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ പോയിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഓക്കെ, അവർക്ക് കൃത്യമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ട് ജോലിക്ക് കയറിയിട്ട് ജോലിക്ക് ഇറങ്ങേണ്ട റാങ്ക് ലിസ്റ്റിലും വന്നിട്ട് അവർക്ക് ജോലി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്തൊരു സിസ്റ്റമാണ്? നീ മനസ്സിലാവുന്നില്ല? ഒരു പ്രൈവറ്റ് കമ്പനിയിൽ, ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലിക്ക് പോകണമെങ്കിൽ അവർ ഇന്റർവ്യൂവിന് കയറിയിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ സെലക്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ലെറ്റർ വരും. ആ ദിവസം പോയിട്ട് അവർക്ക് ജോയിൻ ചെയ്യാം. ഇത് എന്തോന്നിത്? വെറുതെ ആൾക്കാരെ വരുമ്പോൾ മൊത്തം പൊട്ടന്മാരാക്കുന്ന. എൻ്റെ പൊന്നു സതീഷണ്ണ എത്രയും പെട്ടെന്ന് ഇതിനകത്തൊരു നടപടി ഉണ്ടാക്കുക. ഇനി ഇതിനെ പറ്റിയിട്ട് ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇടുന്ന ആൾക്കാരെ പറ്റിയിട്ട് സൈലം PSCയുടെ തന്നെ മറ്റൊരു അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നമുക്ക് അതുകൂടെ കേൾക്കാം. ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനം കൊടുത്തില്ല എന്ന് പറയുന്നത് ഈ സംവിധാനത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒരു റാങ്ക് ലിസ്റ്റ് എല്ലാ വർഷവും ഇങ്ങനെ വെറുതെ പ്രഹസനം പോലെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയർമാനും മൊത്തം 21 മെമ്പേഴ്സിനെയാണ് ഇവിടെ തീറ്റിപ്പോറ്റുന്നത്. ആ ഒരു മെമ്പർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏകദേശം 25 കോടിയോളം ജനസംഖ്യയുണ്ട്. ആ ഇത്രത്തോളം ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് ചെയർമാൻ ഉൾപ്പെടെ വെറും 8 മെമ്പേഴ്സ് മാത്രമാണ് അവിടെയുള്ളത്. ഇവിടെ ജനസംഖ്യയിൽ 4 കോടി പോലും തികച്ചില്ലാത്ത സംസ്ഥാനത്ത് 21 മെമ്പേഴ്സിനെ, അതും പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് 2,80,000 പ്രധാനമന്ത്രിയുടെ സാലറി ആണെങ്കിൽ ഇവിടെ വാങ്ങുന്നത് 3.5 ലക്ഷത്തോളം സാലറിയാണ് ഒരു PSC മെമ്പേഴ്സ് എല്ലാ അലവൻസും ചേർത്ത് വാങ്ങിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വർഷത്തിൽ 8.8 കോടി ഈ PSC മെമ്പേഴ്സിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മാത്രം സർക്കാർ ചെലവഴിക്കുന്നെങ്കിൽ ഏത് മന്ത്രിക്കാണ് പറയാൻ പറ്റുക ഇവിടെ സാമ്പത്തിക ബാധ്യതയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട്? എന്തിനാണ് 3.5 ലക്ഷത്തിന് എന്ത് പണിയാണ് അവിടെ എടുക്കുന്നത്? ആട് കൂടിയാൽ പാമ്പ് ചാവില്ല എന്നതൊരു സത്യം തന്നെയാണ്. 21 മെമ്പേഴ്സ് ഉണ്ടായിട്ട് തികച്ച് ശരിയായ 100 ചോദ്യങ്ങൾ തയ്യാറാക്കിയിടാൻ ഇപ്പൊ PSCക്ക് പറ്റുന്നില്ല. ഏത് ഫൈനൽ ആൻസർ കീ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 10ഉം 12ഉം ഡിലീറ്റഡ് ക്വസ്റ്റ്യനാ. ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ എന്തിനാണ് കഴിഞ്ഞ ഒരു LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേരളത്തിലെ അസംബ്ലി മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചിട്ട് അതിൽ 140 എന്ന് കൊടുക്കാനില്ലാഞ്ഞിട്ട് അത് ഡിലീറ്റഡ് ചെയ്തതാണ് ഫൈനൽ ആൻസർ കീയിൽ. 21 ആളെ തീറ്റിപ്പോറ്റി മെമ്പറുമാക്കിയിട്ട് ഇത്രയും സാലറി കൊടുത്തിട്ട് തികച്ച് 100 ക്വസ്റ്റ്യൻ ശരിയാക്കി തരാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പറ, ഇവർ ഇവിടെ ഇരുന്ന് തയ്യാറാക്കി തരും. 100 ശരിയായ ചോദ്യങ്ങൾ കേരള PSCക്ക് നിങ്ങൾ 5 പൈസ കൊടുക്കണ്ട, ഇവര് തയ്യാറാക്കി തരും. നിങ്ങൾക്ക് GKയിലോ മാത്സിലോ സയൻസിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി തരും. അത്രയും പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വന്നവർ തന്നെയാണ് ഇവരെന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഊന്നി പറയും. അത്രയ്ക്കും വലിയ മൊണ്ണകളാണ് ഈ ഒരു മെമ്പേഴ്സ് ആയിട്ട് കയറിയിരിക്കുന്നത്. 3-3.5 ലക്ഷം രൂപ കൊടുക്കുകയാണ്. എന്തുവാണ്? എന്നിട്ട് ഇവർക്ക് പറഞ്ഞ സാമ്പത്തിക ബാധ്യതയാണ്, സാമ്പത്തിക ഭദ്രത അങ്ങ് കുറഞ്ഞ് ചോർന്നൊലിച്ചു പോവുകയാണ്. അവരുടെ പിരിച്ചുകൂടി ഈ മൊണ്ണകളെയൊക്കെ എന്തിനാണ് ഇതുപോലെ കുറച്ച് പ്രതിമകൾക്ക് വെറുതെ പൈസ കൊടുക്കുന്ന ഗവൺമെന്റിന്റെ? വെറുതെ പാഴാക്കി കളയല്ലേ? സുഖിച്ചങ്ങ് ഇരുന്നാൽ മതിയല്ലോ. കുറെ ആൾക്കാർ കഷ്ടപ്പെട്ട് അവർ പല പണിക്കും പോയിട്ട്, കൂലിപ്പണിക്കും പോയിട്ടും അല്ലാതെ ഒക്കെ തന്നെ കുറെ ആൾക്കാർ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇന്നല്ലെങ്കിൽ നാളെ കയറുന്നു പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്.
അപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാണിക്കുന്ന പരിപാടി ഇത്. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ കുറേ നമ്മുടെ പവർ കട്ട് എന്താണെങ്കിലും മുഖ്യമന്ത്രി ചിരിക്കുന്നുണ്ടല്ലോ, മഴയില്ലഞ്ഞിട്ടാന്ന് പോലും. പക്ഷെ എൻ്റെ പൊന്നെ കുറേ ആൾക്കാർ പറയുന്ന വേറൊരു സാധനമാണ്. ഇനി ഇതിനകത്തും ചില ആൾക്കാർ പറയുക, ഈ പറയുന്ന അന്തരായിട്ടുള്ള കുറച്ച് ആൾക്കാർ എന്ന് പറയും, എടാ ഇപ്പം അങ്ങോട്ട് കയറിയതല്ല ഉള്ളൂ, കയറിയിട്ട് പഠിച്ച് വരുന്നതല്ല ഉള്ളൂ എന്നൊരു കാര്യം ചെയ്യും. എനിക്കൊരു 6 മാസം ട്രെയിനിങ് ഞാൻ പോയി മുഖ്യമന്ത്രിയാകാം. അല്ല പിന്നെ പഠിച്ചു വരുന്നുള്ളത്. പിന്നെ ഇത്രയും നാളും പ്രതിപക്ഷത്തിരുന്നിട്ട് എന്തുവരുന്നു ചെയ്തുകൊണ്ടിരുന്ന, പ്രതിപക്ഷത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് സംസാരിച്ച് ഇങ്ങനെ തീവാറുന്ന സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പുറത്തെ ഭരണത്ത് കയറിയപ്പോഴത്തേക്കിന് പാവാട കെട്ടിയാലും എന്നുള്ളൊരു മൂഡിലിരിക്കുകയാണ്. എൻ്റെ പൊന്ന് സതീശൻ ജി എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ജിയുടെ പരിപാടിയാണ് ഇപ്പോൾ നമ്മുടെ സതീശനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ അപ്പുറത്തെ ഡോക്ടർ റോബിൻ പുള്ളിയുടെ കാര്യത്തിൽ നമ്മൾ പല രീതിയിലുള്ള പുള്ളീനെ റോസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല ചെയ്ത് നമ്മൾ നല്ലത് തന്നെ വരണം. ഇവിടെ ഡോക്ടർ റോബിൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ റീച്ചിന് വേണ്ടിയിട്ടോ അങ്ങനെ ഇല്ലെങ്കിൽ ഈ ഒരു വിഷയം വന്നതിൻ്റെ പേരിൽ അങ്ങനെ പല വ്യാഖ്യാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എന്തിൻ്റെ പേരിലാണെങ്കിലും പുള്ളി അവിടെ നേരിട്ട് ചെന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് പബ്ലിക്കിലോട്ട് എത്തിക്കുക. അറൗണ്ട് 1 മില്യൺ പുറത്തൊരു 3 മില്യൺ സംതിങ് എന്തോ ഒരു വീഡിയോയ്ക്ക് തന്നെ എന്തോ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രത്തോളം ആൾക്കാരിലോട്ട് എത്താനെ കൊണ്ട് പുള്ളിയുടെ ആ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് പുള്ളിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ല കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്ന, നല്ലൊരു കാര്യം തന്നെയാണ്. നല്ലത് വേണ്ട നല്ലത് പറഞ്ഞാൽ അതിന് പുള്ളി ഒരു അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. എന്താണെങ്കിലും അവിടെ ആ ഒരു ലേഡി വന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്, ഇവർ അനുഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അതുകൂടെ കേൾക്കാം. നമ്മളൊരു വാക്ക് തന്നിട്ട് ഇപ്പോൾ 10 ദിവസം നമ്മളിവിടെ സമരം നടത്തി. ആക്ച്വലി ആ 10 ദിവസം നമ്മൾ നല്ല കത്തുന്ന സമരം, കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മളിതെല്ലാം അവരോട് പറഞ്ഞ് അവരിത് അഗ്രി ചെയ്ത് നമ്മൾ കൂടെ നിൽക്കും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് പറയുകയും അവർ ഭരണത്തിൽ വന്നാൽ ഇതെല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവർ ഭരണത്തിൽ കയറി ആകെ 2 മാസമായുള്ളൂ. ഇതൊരു ന്യായമല്ല. പിന്നെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കമ്മീഷൻ വെച്ച് പഠിക്കുന്ന ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്, അതുപോലെ ആ വകുപ്പിനുണ്ട്. ഇതൊന്നും അല്ലാതെ ഇവരുടെ ഇത് തന്നെ തന്നെ വേറെയാണ്. ഇപ്പോൾ റീസെന്റ് 2 ദിവസം മുന്നേ പത്രത്തിൽ വന്നൊരു വിഷയമാണ്. അതായത് SPC കുട്ടികളുടെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് എന്നുള്ള ഒരു സംവിധാനം എയ്ഡഡിനും അൺഎയ്ഡഡിനും കൊടുക്കുകയാണ്, ഗവൺമെന്റ് സ്കൂളുകൾക്കില്ല. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന, ഇത് ആഗ്രഹിക്കുന്ന, അതിനൊക്കെ വേറെ മാർക്കുണ്ട്. അപ്പൊ ഈ ആ ഒരു ഇത് ആഗ്രഹിക്കുന്ന കുട്ടികൾ എവിടെയാണ് ചെയ്യുക? അൺഎയ്ഡഡിലും എയ്ഡഡിലും. അത് ആരും തകർക്കും, ഗവൺമെന്റ് സിസ്റ്റത്തെ തന്നെ തകർക്കും. ഇതൊന്നും ബോധമില്ലാത്ത ആൾക്കാരല്ല ഇതൊന്നും ചെയ്യുന്നത്. ബോധപൂർവം ചെയ്യുന്ന ഇത്തരം സമീപനങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ എതിർക്കണം. അത് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വന്നു അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി എന്നുള്ളൊരു ഇന്റൻഷൻ മാത്രമല്ല, ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് തന്നെ പൊളിച്ചെഴുതുന്ന സമയം അതിക്രമിച്ചിരിക്കണം. അതുപോലെ എയ്ഡഡ് ഇപ്പൊ നമ്മൾ സാധാരണ പല സ്ഥലത്തും പറയാറുണ്ട്, ഒരു വില്ലേജ് ഓഫീസിൽ പോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോട്ടെ കോൾ കൊടുക്കുന്ന ലഞ്ചും കൊടുത്ത കാര്യം സാധിക്കാം. അതേ സംഭവമാണ് ഇപ്പോൾ എയ്ഡഡ് മേഖലയിൽ ചെയ്യുന്നത്. കാരണം പണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ചാരിറ്റി പ്രോസസ് ആയിരുന്നു. ഇപ്പോൾ എന്താ പറയുക, ഇപ്പൊ NSSന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ മതവിഭാഗത്തിന്റെ ആണെങ്കിലും ഒക്കെ ചാരിറ്റി എന്നുള്ള സംഭവത്തിൽ തുടങ്ങി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നിലനിർത്തി വന്നത് എയ്ഡഡിന്റെ സപ്പോർട്ടും കൊണ്ട് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ നിലവിൽ അത് വൻ അഴിമതിയിലേക്കും അതുപോലെ ലാഭേച്ഛ നോക്കി സ്വകാര്യവൽക്കരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്ന് 50-40 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും. ആ ജോലി അങ്ങനെ ഒരു പൈസ കൊടുക്കാൻ ഞങ്ങൾക്ക് വന്നില്ല. ഞങ്ങൾ അത്രയും ഈ 5-6 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ലിസ്റ്റിൽ വന്നിട്ട് അവസാനം പറയാൻ ജോലിയില്ല. പക്ഷെ ഇവരെന്തിനാണ് പരീക്ഷ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ആ സമയത്ത് ഒന്നുണ്ടായിരുന്നു. സാറ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അതായത് പുറത്ത് പോകുന്ന ടീച്ചേഴ്സിനെ അവിടെ സംരക്ഷിക്കണം. ഞങ്ങൾ അതിൽ തർക്കിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ച ആലപ്പുഴ ജില്ലയിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞത് മുതൽ 32 അധ്യാപകർ പറഞ്ഞു. ഒറ്റയെടുത്ത് സുപ്രഭാതത്തിലെ സസ്പെൻഷൻ കഴിഞ്ഞു. അതിനെതിരെ പ്രതികരിച്ചാണ് ഇതാണ്. കാരണം നമ്മുടെ ഭാവിക്കും നിലവിലുള്ള സിസ്റ്റത്തിനും അത് നിലനിൽക്കുന്ന ആവശ്യകതയെക്കുറിച്ച് നല്ല ബോധമുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങി. അപ്പം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ എന്തിനാണ് ഒരുപാട് പേര് വിമർശിച്ചവരുണ്ട്, പുതിയ ഗവൺമെന്റാണ് അങ്ങനെയാണ്. പക്ഷെ നമ്മളിത് നടക്കാൻ തുടങ്ങി ഞങ്ങളുടെ 2 അധ്യയന വർഷം കഴിഞ്ഞു. ഇതിന്റെ പുറകെ ലിസ്റ്റ് ഇറങ്ങിയത് മുതൽ നടക്കുകയാണ്. അപ്പൊ ഇത് ആക്ച്വലി ഇതൊരു സമൂഹ ഏറ്റെടുക്കൽ. സാറെ പോലെ വരുന്ന ഓരോ ആളുകളും സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, താങ്ക് യു. അപ്പം ഇത്രയും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം വിലയിരുത്തുന്നത് ജനങ്ങൾ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ ജോലി മറ്റുള്ളത്. ഇതിനുവേണ്ടി തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സ് ഇറങ്ങണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്തായാലും നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഡോക്ടർ ജി, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തരണം, നല്ല നമ്മൾ നല്ലതെന്ന് തന്നെ പറയാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ കോമാളി വേഷങ്ങളൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ കുറേ സംഭവങ്ങൾ കാണിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്.
സീരിയസ്ലി കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ പോയിട്ട് അവർ പ്രതിഷേധമൊക്കെ കാണിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ശരിക്കും നിങ്ങൾ കാണിച്ചത്? ആക്ച്വലി ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ പ്രതിഷേധം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ, അല്ലാതെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഈ ചെയ്തത് നല്ല കാര്യം തന്നെ. എത്രയോ ആൾക്കാരിലോട്ട് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിലൂടെ ഈ ഒരു വീഡിയോ എത്തി, എത്രയോ ആൾക്കാരോട് ഈ ഒരു വിഷയം അറിഞ്ഞു, അത് തന്നെയാണ് വേണ്ടുന്നത്. അപ്പം നമ്മളെല്ലാവരും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നത് ട്രെൻഡിങ് ആയിട്ട് പറയണം. നമ്മുടെ സതീഷ് അണ്ണ ഇതിന് ഉത്തരം പറയണം. നമ്മുടെ സിസ്റ്റത്തിൽ വരേണ്ടുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇത്രയും ആൾക്കാർക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തതിൻ്റെ പേരിലാണ് ജോലി കൊടുക്കാത്തതെന്നും പറഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ മെമ്പേഴ്സായിട്ട് കയറിയിരിക്കുന്ന മൊണ്ണകളെ, പ്രതിമകളെ പിരിച്ചു വിട്ടിട്ട് ഇവർക്ക് ജോലി കൊടുക്കും. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പൈസ മതിയല്ലോ ഇവർക്ക് കൊടുക്കാനൊക്കെ ഉണ്ട്. ഇവിടെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇനിഷ്യേറ്റീവൊക്കെയാണ് നിങ്ങൾ എടുത്തേക്കുന്നത്. എന്നിട്ട് KSRTക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടത്തിൻ്റെ കുറേ സാധനങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു. ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണല്ലോ എൻ്റെ പൊന്ന് സതീഷണ്ണ. ഈ ഒരു കാര്യത്തെ കൃത്യമായിട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ടുന്ന അധ്യാപകരാണ് ഇവർ. അപ്പോൾ അവർക്ക് നീതി നിഷേധിക്കപ്പെടുക, അവരുടെ ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇത് അവരുടെ ഔദാര്യം ചോദിച്ചിട്ട് വന്നതല്ല. അവരുടെ അവകാശമാണ് അവർ ചോദിച്ചത്. അവർ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ട് വന്നിട്ട് അവരുടെ അവകാശത്തെ പറ്റിയിട്ടാണ് അവർ ചോദിക്കുന്നത്. ആ അവകാശം നിങ്ങൾ കാല് തട്ടി കളയാനുള്ളൊരു സാധനമല്ല, കണ്ണടച്ച് കളയേണ്ടുന്ന കാര്യമല്ല. നിങ്ങളുടെ മൂക്കിൻ്റെ കീഴിൽ വന്നിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. അതിനെ കണ്ണടച്ച് നിങ്ങൾ കളയരുത്, തട്ടിക്കളയരുത് എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ. ഡൽഹിയിൽ ഇപ്പം ഒരിക്കലും എന്താ പറയുക, ഈ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടയിൽ പ്രതിപക്ഷത്തിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പോഴത്തേക്കിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് സാധിക്കും. പക്ഷേ നമ്മളത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. യൂണിറ്റിയാണ് പ്രധാനം. സോ ഈ ഒരു സിസ്റ്റത്തിന് വലിയൊരു മാറ്റം വരേണ്ടത് തന്നെയാണ്. ഒരു പ്രോപ്പർ സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ സാമട്ടിൽ എഴഞ്ഞെഴിഞ്ഞ് പോകുന്ന സാധനമല്ല നമുക്ക് വേണ്ടുന്നത്. പ്രോപ്പറായിട്ട് തന്നെ കാര്യങ്ങൾ പോകണം. അറ്റ്ലീസ്റ്റ് സതീഷ് അപ്പുറത്ത് നമ്മുടെ CM വിജയനെ കണ്ടിട്ടെങ്കിലും ഒന്ന് പഠിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ശരി, ബൈ.